ഈ വാർത്ത തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇത് ഫോളോ ചെയ്യുന്ന റോഷിപാലിലേക്ക്. റോഷിപാൽ, നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പുറത്തു വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു സർക്കാർ എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ വിചാരണ നീളുകയായിരുന്നു. പല രൂപത്തിൽ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പല തലത്തിൽ നടന്നിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇതാ പൾസ് സുനി പുറത്തേക്ക് വരുന്നു. സ്മൃതി, ഇതിൽ കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ കേസിന്റെ വിചാരണ നടപടികൾ ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകാൻ 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകർ ശ്രമിക്കുന്നുവെന്ന്. അത് പലവട്ടം സുപ്രീം കോടതിയിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ, അല്ലെങ്കിൽ ദിലീപ് മറ്റെന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഇതേ വാദം ഉണ്ടാകാറുണ്ട്. അതിന് കാരണമായി ഒട്ടേറെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഓരോ സാക്ഷികളുടെയും വിസ്താരം നീട്ടിക്കൊണ്ടുപോകുന്നത്, കഴിഞ്ഞ 90 ദിവസത്തോളം ബൈജു പോലീസ് അന്വേഷണ സംഘത്തലവനെ വിസ്തരിച്ചത്, ഒപ്പം പ്രധാന സാക്ഷി 35 ദിവസം ബാലേന്ദ്രകുമാറിനെ വിസ്തരിച്ചത്, അങ്ങനെ തുടങ്ങിയ 7 ദിവസം തുടർച്ചയായി അതിജീവിതയെ വിസ്തരിക്കുന്നു. ഇങ്ങനെ എങ്ങനെ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ഒരു ശ്രമം അത് 8ാം പ്രതിയുടെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വിമർശനം അത് തുടർച്ചയായി ഉണ്ടായിരുന്നു. ഏതായാലും ഇത്രയും കാലം ഈ കേസിന്റെ വിചാരണ നടപടികളിൽ നീണ്ടുപോയ ഒറ്റ കാരണത്താൽ ഇപ്പോൾ പൾസർ സുനി എന്ന ഈ നടിയെ ആക്രമിച്ച കേസിലെ അകൃത്യം നിർവഹിച്ച ഈ ഒരുപക്ഷെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം എന്ന് എഴുതപ്പെട്ട ആ കേസിലെ പ്രതി പുറത്തിറങ്ങുന്നു. നേരത്തെ സർക്കാർ തന്നെ പ്രതിയുടെ ജാമ്യം നൽകരുതെന്ന് പറയുമ്പോൾ ആ പ്രതിയുടെ സുരക്ഷിതത്വം ഉൾപ്പെടെ, കാരണം ഇതിലെ പ്രധാനി ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ദിലീപാണ്. ദിലീപ് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീന വലയത്തിൽ ഉൾപ്പെടാൻ സാധ്യത, ഈ ജീവന് അപായ ഭീഷണിയുണ്ട്. കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് വിചാരണ. അതുകൊണ്ട് തന്നെ പൾസർ സുനി പുറത്തിറങ്ങുന്നത് അത് കേസിന്റെ ബാധിക്കും എന്ന വാദം സർക്കാർ പലവട്ടം ഉയർത്തിയിരുന്നു. പക്ഷേ ഈ വിചാരണ നടപടികൾ നീണ്ടുപോകുന്ന ഒറ്റ കാരണത്താൽ പുറത്തിറങ്ങുന്നു. വിചാരണ നീണ്ടുപോകാനുള്ള കാരണക്കാരൻ ദിലീപിന്റെ അഭിഭാഷകനാണെന്ന് സർക്കാർ പല ആവർത്തി അത് സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനമാണ് ഇത് കേസിന് എത്രത്തോളം ബാധിക്കും എന്നത്. അത് വളരെ വിശദമായി തന്നെ നിയമവിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന്റെ കാരണമായി അവർ പറയുന്നതും, പുറത്തിറങ്ങിയാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി ഇനി ഇതിന്റെ വിസ്താരം ഉൾപ്പെടെ പൂർത്തിയായിട്ടില്ല, വിചാരണ നടപടി അന്തിമഘട്ടത്തിലാണ്, ഇനി വാദം നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങുന്നയാൾ പിന്നീട് ഏതെങ്കിലും തരത്തിൽ സ്വാധീനത്തിൽപ്പെടുമോ അല്ലെങ്കിൽ അപായപ്പെടുമോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഇനി പ്രതികളോട് കോടതിക്ക് ചോദിക്കാനുണ്ട്. വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് കോടതിക്ക് പ്രതികളോട് ചോദിക്കാനുണ്ട്, ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെയുള്ള കോടതിയുടെ വിചാരണ നടപടി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രധാന പ്രതി പുറത്തിറങ്ങുന്നത് കേസിന് എത്രത്തോളം ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.